നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. വയോധികനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ നിരവധി ക്രിമിനൽ കേസിൽ പ്രതികളായ 3 പേർ റിമാൻഡിൽ. കോടന്നൂർ സ്വദേശികളായ കണിയത്ത് വീട്ടിൽ നിതീഷ്, മണാരം കുന്നത്ത് വീട്ടിൽ കൃഷ്ണകുമാർ, ചുള്ളിപ്പറമ്പിൽ വീട്ടിൽ സുധീഷ് എന്നിവരെയാണ് തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. നവംബർ 8-നായിരുന്നു സംഭവം. കോടന്നൂർ ചാക്യാർകടവ് സ്വദേശി മാരാത്ത് വീട്ടിൽ ഗോവിന്ദനെ മുൻവൈരാഗ്യത്താൽ വള കൊണ്ട് മുഖത്തടിച്ച് ഗുരുതരമായി ആക്രമിച്ച് പരിക്കേൽപ്പിച്ചുവെന്നാണ് കേസ്. സുധീഷ് ചേർപ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 4 അടിപിടി കേസിലെ പ്രതിയാണ്. നിതീഷ് തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ 1 അടിപിടി കേസിൽ പ്രതിയാണ്. കൃഷ്ണകുമാർ തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ 1 തട്ടിപ്പ് കേസിൽ പ്രതിയാണ്. ചേർപ്പ് പോലീസ് സ്റ്റേഷൻ SHO MS ഷാജൻ, SI സുബിത്, GSI ഷാജു, CPOമാരായ ശരത് കുമാർ, ശ്രീകുമാർ, സുൽഫിക്കർ, പ്രദീപ്, പ്രതുൾ, അർജുൻ, വിനിഷ് എന്നിവരാണ് പ്രതികളെ പിടികൂടിയത്. ബിസിനസ് തർക്കത്തെ തുടർന്ന് എതിർ കച്ചവടക്കാരനെ ഒഴിപ്പിക്കുന്നതിനായി കൊട്ടേഷൻ നൽകിയ കേസിൽ ഇറച്ചി വ്യാപാരി അറസ്റ്റിൽ. അന്തിക്കാട് പടിയം സ്വദേശി പള്ളിപ്പാടൻ വീട്ടിൽ ജസ്റ്റിനാണ് അറസ്റ്റിലായത്. കണ്ടശാങ്കടവ് കരിക്കൊടി സ്വദേശി മേനോത്ത് പറമ്പിൽ വീട്ടിൽ ഹരീഷ് എന്നറിയപ്പെടുന്ന ആനന്ദൻ എന്നയാളെ ആക്രമിക്കാൻ കൊട്ടേഷൻ നൽകിയ സംഭവത്തിലാണ് അറസ്റ്റ്. കണ്ടശാങ്കടവ് മാർക്കറ്റിനടുത്ത് 10 വർഷമായി പന്നിയിറച്ചി കച്ചവടം നടത്തി വരികയാണ് ജസ്റ്റിൻ. തൻ്റെ കടയ്ക്ക് സമീപത്തായി ആനന്ദനും ഈയിടെ പുതിയ കടയിൽ പന്നിയിറച്ചി കച്ചവടം തുടങ്ങി. ഇതോടെ ജസ്റ്റിൻ്റെ വരുമാനം കുറഞ്ഞു. ഇത് ഇരുവരും തമ്മിൽ പതിവായി തർക്കത്തിന് കാരണമായി. തുടർന്ന് ആനന്ദനെ ആക്രമിച്ച് പരിക്കേൽപ്പിക്കാനായി ഗുണ്ടാ സംഘങ്ങളുമായി ബന്ധമുള്ള നിരവധി കേസുകളിൽ പ്രതിയായ സൂര്യപുത്രി എന്നറിയപ്പെടുന്ന സുനിത, നെടുപുഴ സ്വദേശി ജിത്തു എന്നിവർക്ക് ജസ്റ്റിൻ കൊട്ടേഷൻ നൽകി. ഇതുമായി ബന്ധപ്പെട്ട സംസാരങ്ങളും വീഡിയോകളും പ്രചരിച്ചു. പോലീസിന് ലഭിച്ച വീഡിയോ പരിശോധിച്ചതിൽ നിന്നാണ് ആക്രമണം ജസ്റ്റിൻ ആസൂത്രണം ചെയ്തതാണെന്ന് കണ്ടെത്തിയത്. തുടർന്ന് ജസ്റ്റിനെതിരെ കേസെടുക്കുകയായിരുന്നു. ഇരിങ്ങാലക്കുട DYSP ഷാജു CLന്റെ നേതൃത്വത്തിൽ അന്തിക്കാട് SHO VM കേഴ്സൺ, SI അഫ്സൽ, GSIമാരായ കൊച്ചുമോൻ ജേക്കബ്, സജീവ്, GS CPO അജേഷ്, CPO രാമചന്ദ്രൻ എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ദേശീയ ഗണിത ശാസ്ത്രോത്സവത്തിൽ തിളങ്ങി നന്ദിക്കര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിനി ദർശിക ഷിനിൽ. പഞ്ചാബ് ജലന്ധറിൽ വെച്ച് നടന്ന വിദ്യാഭാരതി ദേശീയ ഗണിത ശാസ്ത്രോത്സവത്തിൽ കേരളത്തെ പ്രതിനിധീകരിച്ചാണ് ദർശിക പങ്കെടുത്തത്. 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ദർശിക ഷിനിൽ വർക്കിംഗ് മോഡൽ വിഭാഗത്തിൽ 3ാം സ്ഥാനമാണ് കരസ്ഥമാക്കിയത്. യുവജനങ്ങളെ നോക്കുകുത്തിയാക്കി കൊടുങ്ങല്ലൂർ നഗരസഭ ഭരണസമിതി ബന്ധു നിയമനം നടത്തിയതായി ആരോപിച്ച് യുവമോർച്ച കൊടുങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റി മുട്ടിലിഴഞ്ഞ് പിച്ചയെടുത്ത് പ്രതിഷേധിച്ചു. ചന്തപ്പുര ബസ് സ്റ്റാൻഡിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ പരിപാടി നഗരസഭാ ഓഫീസ് പരിസരത്ത് സമാപിച്ചു. യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് KM ലാൽ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് അംജിത് അധ്യക്ഷത വഹിച്ചു. മണ്ഡലം ജനറൽ സെക്രട്ടറി സുബിൻ കുമാർ, BJP മണ്ഡലം പ്രസിഡന്റ് ജിതേഷ്, യുവമോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി ഹരിപ്രസാദ്, ജില്ലാ സെക്രട്ടറിമാരായ ശ്രീരാജ്, ഷൈബിൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് വിഷ്ണു ശാസ്താവിടം, സനീഷ് സെബാസ്റ്റ്യൻ, മണ്ഡലം വൈസ് പ്രസിഡന്റ് മാരായ, രാഹുൽ രാജ്, രാഹുൽ തെക്കേടത്ത് എന്നിവർ പങ്കെടുത്തു. ഭിക്ഷയെടുത്ത പണം നഗരസഭാ ഓഫീസിൽ സമർപ്പിച്ചു. സമരം ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഈ സമരം ഒരു പ്രഖ്യാപനമാണ്. ഈ വരുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ ഈ മുനിസിപ്പാലിറ്റിയിലെ താമര ചിഹ്നത്തിൽ വിജയിപ്പിച്ചിട്ടുള്ള സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ച് ഈ മുനിസിപ്പാലിറ്റിയിലെ ഒരു ഭരണസമിതി രൂപീകരിച്ച് യുവജനങ്ങൾക്ക് വേണ്ടിയിട്ട്, ഇവിടുത്തെ സാധാരണപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയിട്ട് വലിയ രീതിയിലുള്ള മുന്നേറ്റങ്ങളുമായിട്ട് കേന്ദ്ര സർക്കാർ പദ്ധതികൾക്ക് അവഗണനകളില്ലാതെ ഇവിടുത്തെ സാധാരണക്കാരനെ എത്തിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി ഒരു ഭരണസമിതി രൂപീകരിക്കുമെന്നതിനുള്ള ഒരു പ്രഖ്യാപനം കൂടിയാണ് ഈ സമരം. ഇവിടുത്തെ യുവജനങ്ങളെ വഞ്ചിക്കുന്ന ഇത്തരത്തിലുള്ള LDF സർക്കാരിനെ ഈ കേരളത്തിന്റെ മണ്ണിൽ നിന്നും പടിയടച്ച് പിണ്ടം വെക്കുന്നതിന് വരെ വേണ്ടിയുള്ള ഒരു സമരത്തിന്റെ തുടക്കം കൂടിയാണ് ഈ കൊടുങ്ങല്ലൂരിന്റെ മണ്ണിലെ. ഇന്റർനാഷണൽ ഫോക്ക് ലോർ ഫിലിം ഫെസ്റ്റിവലിന്റെ 9ാം പതിപ്പിന് സാംസ്കാരിക തലസ്ഥാനമായ തൃശൂർ വേദിയാകുന്നു. 2026 ജനുവരി 15 മുതൽ 20 വരെ 6 ദിവസങ്ങളിലായാണ് ചലച്ചിത്രമേള അരങ്ങേറുക. നഗരത്തിലെ പ്രമുഖ തിയേറ്ററുകളും കോളേജ് ക്യാമ്പസുകളും ഉൾപ്പെടെ 7 കേന്ദ്രങ്ങളിലായാണ് ഇത്തവണ മേള സംഘടിപ്പിക്കുന്നത്.
കൈരളി, ശ്രീ കോംപ്ലക്സ്, ഗവൺമെൻറ് കോളേജ് ഓഫ് ഫൈൻ ആർട്സ്, സെൻറ് തോമസ് കോളേജ്, വിമല കോളേജ്, കേരളവർമ്മ കോളേജ്, സെൻറ് മേരീസ് കോളേജ്, സി അച്യുതമേനോൻ ഗവൺമെൻറ് കോളേജ് എന്നിവിടങ്ങളിലാണ് പ്രദർശനങ്ങൾ നടക്കുക. ഫെസ്റ്റിവലിൻ്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്ന ചലച്ചിത്ര പ്രവർത്തകർക്ക് ഫോക്ക്ലോർ പ്രമേയമാക്കിയുള്ള തങ്ങളുടെ സൃഷ്ടികൾ സമർപ്പിക്കാവുന്നതാണ്. എൻട്രികൾ സ്വീകരിക്കുന്ന അവസാന തീയതി നവംബർ 30. ലഭിക്കുന്ന എൻട്രികളിൽ നിന്ന് ജൂറി തിരഞ്ഞെടുക്കുന്ന ചിത്രങ്ങളുടെ ഔദ്യോഗിക പട്ടിക ഡിസംബർ 15 പ്രസിദ്ധീകരിക്കും. ഈ ചിത്രങ്ങളാണ് ജനുവരി 15 മുതൽ 20 വരെ വിവിധ വേദികളിലായി സിനിമാ സാംസ്കാരിക ആസ്വാദകർക്ക് മുന്നിൽ പ്രദർശിപ്പിക്കുക. വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും മേളയുടെ ഭാഗമാകാൻ അവസരമൊരുക്കുന്ന തരത്തിലാണ് ഫെസ്റ്റിവൽ ഒരുക്കിയിരിക്കുന്നത്. ഫോൺ 7907 196843, 8129888569, ഇമെയിൽ folkfilmsindia@gmail.com, വെബ്സൈറ്റ് www.ifft.in. കാലാവസ്ഥ. കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 11,715 രൂപയും പവന് 93,720 രൂപയും രേഖപ്പെടുത്തി. കല്ലൂർ കരുവാൻകുന്ന് പട്ടാണി വീട്ടിൽ സുഹറ അന്തരിച്ചു. 47 വയസ്സായിരുന്നു. ഖബറടക്കം നടത്തി. നൌഷാദാണ് ഭർത്താവ്. ദിൽഷാന, അർഷാന, മുൻസിർ എന്നിവർ മക്കളും. മുൻസിർ മരുമകനുമാണ്. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.